ഞാൻ അതിനു മുമ്പ് പഠിച്ചത് സെൻറ്റ് ജോസഫ് സ്കൂളാണ്. ഞാൻ LP സ്കൂളും UP സ്കൂളും സെപ്പറേറ്റ് സെക്ഷൻസ് ആയിട്ടാണ്. ഇതെല്ലാം ഈ അടുത്തടുത്ത ഉള്ള സ്ഥലങ്ങളാണ്. ആ സ്കൂളിൽ എന്നിട്ട് പിന്നീട് പ്രഭാകരൻ സാർ എന്നാണ് പേര്. പ്രഭാകരൻ സാറിന് പിന്നീട് അധ്യാപക അവാർഡൊക്കെ കിട്ടിയ സാറാണ്. സാറിൻ്റെ ഒരു വലിയ പ്രത്യേകത, നമ്മളെ വളരെ ഒരു വാക്ക് പഠിപ്പിക്കുന്നതിന് പോലും അദ്ദേഹം ഈ നാടകമൊക്കെ ത്തിലൊക്കെ അഭിനയിക്കുന്ന കൂട്ടത്തിലായിരുന്നു. ഒരു കലാവാസന ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കുമ്പോൾ ആ കലാവാസനയെ പ്രകടിപ്പിക്കത്തക്കവണ്ണമാണ് സാർ ഓരോന്ന് പറയുക. ഉദാഹരണത്തിന് ഇന്ന് ഓർക്കുന്നു, ഒലിവർ ട്വിസ്റ്റ് പഠിപ്പിച്ചപ്പോൾ പിന്നെ ഒലിവർ അനാഥ ബാലനാണ്. അനാഥ ബാലനെ അനാഥാലയത്തിലെ ഈ പീഡനം സഹിക്കാൻ വയ്യാതെ രക്ഷപ്പെട്ട് പിന്നെ അതെ തെരുവിലാവുകയും പിന്നീട് അത് മോഷണം നടത്തുന്ന ഒരു ഗ്രൂപ്പിൽ പോയി പെടുകയും ചെയ്തു. അപ്പോൾ ഈ മോഷണത്തിൻ്റെ പ്രത്യേകതകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി, ബാലപാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ലണ്ടനിലെ ഒരു അപ്സ്റ്റെയറിലെ ഒരു വീട്ടിലേക്ക് കോവേണികൾ സൈഡിൽ കൂടെ കയറിപ്പോവുകയും, അപ്പോൾ അങ്ങനെ കയറുമ്പോൾ താഴത്തെ വീടിൻ്റെ ഒരു വെൻറ്റിലേഷൻ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ അകത്തെന്തെല്ലാം ഇരിപ്പുണ്ടെന്നും വാതിൽ എവിടെയാണ്, അപ്പോൾ വാതിൽ എപ്പോഴും ഏതെങ്കിലും തരത്തിൽ കയറി അത് ഏത് തരത്തിലാണ് ഉള്ളിൽ നിന്ന് പൂട്ടുന്നത്, അപ്പോൾ ചിലത് പുറത്ത് നിന്ന് വിടവിൽ കൂടെ എന്തെങ്കിലും ഇട്ടാൽ അതിൻ്റെ ഓടാമ്പൽ മാറ്റിയിട്ട് കയറാൻ പറ്റുമോ, ഇതൊക്കെ ഇതിനുള്ളിൽ കൂടെ നോക്കി ഈ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. പ്രത്യേകിച്ച് നാൻസി എന്ന് പറയുന്ന ഒരു സ്ത്രീയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒലിവറിൻ്റെ പ്രായം കൊണ്ട് അല്പം ശബ്ദമുണ്ടാക്കി മുകളിലേക്ക് കയറിപ്പോകാൻ ഒരുങ്ങിയപ്പോൾ ഈ നാൻസി ആണെന്ന് എൻ്റെ ഓർമ്മ, നാൻസി നിന്നിട്ട് പറയും, ഡോണ്ട് ഗോ ലൈക്ക് ദിസ്. എന്നിട്ട് അവർ പറയും, യു ക്ലൈംബ് അപ്പ് സ്ലോലി എന്നാണ്. അപ്പോൾ ഈ പ്രഭാകരൻ സാറ്, ഞാൻ ഇന്നും ആ ക്ലാസ് അതിപ്പോൾ ഓർക്കണം, അത് എന്നെ പഠിപ്പിച്ചത് 69-70 സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. യു ക്ലൈംബ് അപ്പ് സ്ലോലി എന്ന് പറഞ്ഞിട്ട് സാറ് പെട്ടെന്ന് ഞാൻ നിർത്തി, അതിന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ്. എന്നിട്ട് ക്ലാസ്സിൻ്റെ ഒരു ഭാഗത്തേക്ക് മാറി നിന്നിട്ട് നല്ല വേഗതയിൽ ശബ്ദമുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും 2 പ്രാവശ്യം നടന്നു. അപ്പോൾ ഈ സ്ലോലി എന്ന് പറഞ്ഞിട്ട് സാറെന്താ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോഴാണ്, അപ്പോൾ ഇതിനെല്ലാം കൂടെ ഒരു 1.5 മിനിറ്റ് എടുത്തു സാറിൻ്റെ വിശദീകരണം വരുന്നത്. വാട്ട് നാൻസി മെൻറ്റ് ദാറ്റ് ഒലിവർ ഷുഡ് നോട്ട് വാക്ക് ലൈക്ക് ദിസ്. ഇങ്ങനെ ശബ്ദമുണ്ടാക്കി വേഗതയിൽ നടന്നാൽ മറ്റുള്ളവർ ശ്രദ്ധിക്കുമെന്നും, അപ്പോൾ അത് നമ്മൾക്ക് ഇതിനകത്ത് വൈദഗ്ധ്യം നേടാനുള്ള അവസരം നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം സ്ലോലി എന്ന വാക്കിന് വേണമെങ്കിൽ പതുക്കെ കയറൂ എന്ന് സാറിന് നേരിട്ടത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതിന് പകരം അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആക്ഷൻ കാണിച്ചിട്ട് അങ്ങനെ അല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ സാറ് പിന്നെ പതുക്കെ നടന്ന് കാണിച്ചിട്ട് നമ്മളെ നോക്കി ആ ചിരിക്കുന്ന മുഖം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇതുപോലെ അന്ന് ഈ DPEP ഒന്നും ഇല്ലയെന്ന് മനസ്സിലാക്കണം. അപ്പോൾ DPEP ഒന്നും ഒക്കെ 2000-ൻ്റെ സമയത്ത് അത് പിന്നെ DPEP ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതൊന്നുമില്ലാതെ ഒരു അധ്യാപകൻ അതിനും 30-32 വർഷം മുമ്പ് ഒരു ഇംഗ്ലീഷ് പാഠഭാഗം അഭിനയിച്ച് നമ്മളെ പഠിപ്പിച്ചു എന്നുള്ളത് ഇന്നും. അതുപോലെ സാറ് പഠിപ്പിച്ച മറ്റൊരു സന്ദർഭത്തിൽ സാർ അവിടെ ഹെഡ് മാസ്റ്ററായിരുന്നു. കാര്യം അന്നേരം ഞങ്ങൾക്ക് ഇംഗ്ലീഷ് എടുത്തിരുന്നു. അതിനു മുമ്പ് ചില ക്ലാസ്സുകളിൽ സാറ് 9-ലും വരുമായിരുന്നു. കാര്യം ഏതെങ്കിലും അധ്യാപകരില്ലെങ്കിൽ സാറ് കയറി വരും. അപ്പോൾ സയൻസും പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അന്ന് സയൻസ് പഠിപ്പിച്ചപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഇലക്ട്രിസിറ്റിയുടെ മൂവ്മെൻറ്റും അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കാന്തശക്തിയും ഉണ്ടാകുന്നതിൻ്റെ സാറ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു. കാര്യം അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മറക്കാതെ. അപ്പോൾ അതേപോലെയാണ് സാർ ഒരു വിഷയവും നേരിട്ട് നമ്മളോട് പറയില്ല. പകരം
ഒരു കാര്യത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ട് അപ്പം എന്നിട്ട് അതിൻ്റെ ഉത്തരം പറയില്ല. ഒരു 3-4 ചോദ്യം ചോദിച്ചിട്ട് വാട്ട് ഡു യു സേ, നിങ്ങൾക്കെന്ത് പറയാനുണ്ട്. അപ്പം നമ്മളിൽ അപ്പം അത് അന്നൊക്കെ സാറ് ഉപയോഗിക്കുന്ന ആ തന്ത്രങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷെ നമ്മൾ സാറിൻ്റെ രീതികൾ ആസ്വദിച്ചിരുന്നു. പിന്നീടാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് നല്ല ഒരു അധ്യാപകൻ എന്തായിരിക്കണം. അതായത് നമ്മുടെ വിദ്യാർത്ഥികളിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുവാനുള്ള പ്രാപ്തി അവരെ ഉണ്ടാക്കിക്കുക. ഒരു പാഠഭാഗം പഠിപ്പിക്കുക എന്നുള്ളതല്ല, പകരം പഠിപ്പിച്ചതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ആ കുട്ടിയെ പ്രാപ്തമാക്കുന്ന ഒരു അധ്യാപകനാണ് നല്ല അധ്യാപകനെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. പക്ഷെ അത് നമ്മളിൽ ആ ഒരു രീതിയിൽ തന്നെയുള്ള ഒരുപക്ഷെ അധ്യാപകൻ ആകണമെന്ന് ഞാനിപ്പോഴും ഓർക്കുന്നു. 9ാം ക്ലാസ്സിൽ വെച്ചാണ് ഞാനൊരു അധ്യാപകനാകണമെന്ന് തീരുമാനിച്ചത്. ആകുമെന്ന് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അധ്യാപകനാകാൻ തീരുമാനിച്ചതുകൊണ്ട് വീട്ടുകാരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഏർപ്പെടേണ്ടി വരികയും ചെയ്തു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ബാല്യത്തിൽ നിന്ന് എൻ്റെ ഒരു യൗവന അവസ്ഥയിലേക്ക് ഇതുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി പറഞ്ഞോട്ടെ. അതായത് ഞാൻ എൻ്റെ PG കഴിഞ്ഞപ്പോൾ PGയുടെ റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് അതിനു മുമ്പേ ഒരു കാര്യം പറഞ്ഞാൽ, ഈ പഠിപ്പിക്കാനുള്ള താല്പര്യം 9ാം ക്ലാസ്സിലേ ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ആഴ്ചകളുടെ അവസാനം ആർക്കെങ്കിലും ട്യൂഷൻ എടുക്കാൻ പോകുമായിരുന്നു, വെറുതെ ആണേലും. കാര്യം ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ക്ലാസ്സിൽ മുന്നിൽ നിൽക്കുന്നു എന്നൊരു ധാരണ നാട്ടിൽ പൊതുവേ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കൂ എന്ന് പറയും. അങ്ങനെയാണ് തുടക്കം. അപ്പോൾ പഠിപ്പിക്കുന്ന ഒരു രീതി അത് എവിടെ പോയാലും ഉണ്ടാകുമായിരുന്നു. ഇവിടെ നിന്നല്ല, ജീവിതത്തിൽ അന്ന് പ്രീ ഡിഗ്രിക്ക് തുടങ്ങിയ ആ ഒരു രീതി പിന്നെ അതൊരു 70കളുടെ ആദ്യമാണ്. അപ്പോൾ ഒരു സിനിമാ ശൈലിയിൽ പറഞ്ഞാൽ ഈ അടുത്ത കാലത്താണല്ലോ മമ്മൂട്ടിയുടെ 50 വർഷത്തെ, അതിൽ ഇന്ന് കണ്ടു TG രവിയുടെ 50 വർഷത്തെ ആഘോഷമാണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കിയാൽ എൻ്റെയും അധ്യാപനത്തിൻ്റെ 50 വർഷം ആയി. പക്ഷേ അധ്യാപകനായതുകൊണ്ട് ആഘോഷിക്കാൻ അതെ അങ്ങനെ ആഘോഷിക്കാം. അപ്പോൾ അതുകൊണ്ട് ഉണ്ടായൊരു പ്രത്യേകത, ഞാൻ MAക്ക് പഠിക്കുമ്പോൾ അതേ കോളേജിലെ തന്നെ 3rd ഇയർ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ എടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, 3rd ഇയറിന് എടുത്തു എന്ന് മാത്രമല്ല, ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചാണ് കോളേജിലേക്ക് പോവുക. കോളേജിൽ എൻ്റർ ചെയ്തിട്ട് അവർ 3rd ഇയർ ക്ലാസ്സിൽ പോകും, ഞാൻ PG ക്ലാസ്സിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്നതിനോട് എനിക്ക് ഒരു ആഭിമുഖ്യം അതപ്പോൾ ഇന്നും തുടരുന്നുണ്ട്. ഞാൻ ഔദ്യോഗികമായി റിട്ടയർ ചെയ്തിട്ട് ഈ 21 മാർച്ച് ആയപ്പോൾ 10 വർഷം കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഇപ്പോഴും അത് പണ്ട് ഗുരു ഗോപിനാഥ് പറഞ്ഞൊരു ഓർമ്മയാണ്. ഗുരു ഗോപിനാഥ് ഈ നമ്മുടെ സാധാരണ നൃത്യങ്ങളെ ബാലെ ഫോമിലാക്കി ഏറ്റവും കൂടുതൽ പ്രചാരം കൊടുത്തത് ഗുരു ഗോപിനാഥാണ്, തിരുവനന്തപുരത്തെ. ഗുരു ഗോപിനാഥ് പറയുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിതാഭിലാഷം സ്റ്റേജിൽ അഭിനയിച്ച് തീരണം എന്ന് പറയുമായിരുന്നു. ഏതാണ്ട് അദ്ദേഹത്തിന് അങ്ങനെയാണ്. അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കണ്ട് ബുദ്ധിമുട്ട് വരികയെടുത്ത് ഹോസ്പിറ്റലിലേക്കോ മറ്റോ. അതുപോലെ ഈ പിന്നെ പഠിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള എൻ്റെയും ഒരു അഭിപ്രായം അതാണ്. പഠിപ്പിച്ചുകൊണ്ട് തന്നെ സമാധി ആയാൽ കൊള്ളാവുന്നൊരാഗ്രഹം, അതായത് പഠിപ്പിക്കലിനോട് എനിക്ക്. അപ്പോൾ അത് എന്നിൽ ഏറ്റവും മുഖ്യമായിട്ട് ഉണ്ടാക്കിയത് പ്രഭാകരൻ സാറാണ്. പ്രഭാകരൻ സാർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇതിങ്ങനെ മനസ്സിൽ കിടന്നതുകൊണ്ട്
അപ്പോൾ അങ്ങനെ ഞാൻ ക്ലാസ് എടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഈ പന്തള NSS കോളേജിൽ പഠിക്കുമ്പോൾ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവിടുത്തെ ട്യൂട്ടോറിയലുകളിൽ നിന്ന് പിന്നെ ഓഫേഴ്സ് വന്നു. അപ്പോൾ പരീക്ഷ കഴിഞ്ഞ് ഇത്രാം തീയതി പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലും. കാര്യം ഞാൻ പന്തളത്ത് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ താമസിച്ച് പഠിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന ദിവസം പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വരുമെന്ന്, അന്ന് ഇതുപോലെ ഫോണും ഒന്നുമില്ലല്ലോ, പ്രതീക്ഷകളാണല്ലോ. അപ്പം ഞാൻ ചെല്ലാതിരുന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആളിനെ പറഞ്ഞു വിട്ടു, ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് കണ്ടില്ലല്ലോ, എന്ത് സംഭവിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം തൊട്ട് ട്യൂട്ടോറിയൽ പഠിപ്പിക്കാൻ ചേർന്നു. പരീക്ഷ കഴിഞ്ഞുള്ള റിസൾട്ടൊന്നും വന്നിട്ടില്ല. പിള്ളേർ ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന അത് ഈ പിള്ളേർ ട്യൂട്ടോറിയലിനെ കുറിച്ച് കോളേജിലൊരു തമാശ പറയും. തമാശ എന്താണെന്ന് വെച്ചാൽ അത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചറും ഉണ്ട്. കാര്യം ഈ പിള്ള സാറാണ് പ്രിൻസിപ്പള്. അപ്പോൾ പിള്ള സാർ ആരെ കണ്ടാലും പിന്നെ ഒരു കുടുംബത്തെ പുതിയതായി പരിചയപ്പെടില്ലേ, പരിചയമുള്ളൊരു കുടുംബത്തെ കണ്ട മക്കളെന്ത് ചെയ്യുന്നു, ഇന്നൊക്കെ ചെയ്യുന്നു. ആ ശരി, ഇന്നതിന് പഠിച്ചിട്ടാണോ നമ്മുടെ ഇവിടെ ട്യൂഷന് പറഞ്ഞു വിടാത്തെ എന്ന് ചോദിക്കും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പരസ്യം. അങ്ങനെയാണ് ഈ പുതിയതായി ഇപ്പോൾ ആഷിമിനെ പരിചയപ്പെട്ടാലും ആഷിമിൻ്റെ ഇപ്പോൾ വിവാഹം ചെയ്തോ ഇല്ലോ എന്ന് ചോദിക്കില്ല, കുട്ടികൾ ഏത് ക്ലാസ്സിലാണെന്ന് ചോദിക്കും. ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വരാൻ പറയും. അപ്പോൾ അതിന് ക്യാമ്പസിലുണ്ടായ അതിനെക്കുറിച്ചുള്ള ഒരു തമാശ ഇതാണ്. പിന്നെ കോളേജിലെ പോലീസ് കയറി ലാത്തി ചാർജ് നടത്തി. അന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഈ വിദ്യാർത്ഥി സമരങ്ങൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. ഇന്നത്തെ പോലെയല്ല, ക്യാമ്പസുകളിൽ സമരത്തിന് ആധിക്യമുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് പല കോളേജിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ഞാനിപ്പോഴും ഓർക്കുന്നു SN കോളേജ് കൊല്ലം, MG കോളേജ് തിരുവനന്തപുരം, ഇവിടെയൊക്കെ വളരെ രൂക്ഷമായിട്ട് പോലീസ് കയറി തല്ലി, ലാബറട്ടറി ഉൾപ്പെടെയുള്ളത് തല്ലി തകർത്ത സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നൊക്കെയുള്ള പല അന്വേഷണ കമ്മീഷനും വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ കാര്യം അതല്ലല്ലോ നമ്മുടെ പ്രധാന വിഷയം. അപ്പോൾ അങ്ങനെ ഒരു പിന്നെ ലാത്തി ചാർജ് പന്തളം കോളേജിൽ സംഭവിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ രക്ഷാമാർഗം പലയിടത്തേക്ക് പോകുന്ന കൂട്ടത്തിൽ 2-3 കുട്ടികൾ ഈ പിള്ളേർ ട്യൂട്ടോറിയലിൽ കൂടി കയറി എവിടെയാണോ ഒരു വഴി കാണുന്നത് ആ വഴി കൂടെ അങ്ങ് പോവല്ലേ. അപ്പോൾ കുട്ടികളിങ്ങനെ ഓടി വരുന്നത് കണ്ടിട്ട്, അപ്പോൾ ഓടി വരുന്നത് കണ്ടപ്പോൾ എന്തിനാ വരുന്നതെന്നല്ല അവർ ചോദിക്കുന്നത്. ചോദിച്ചപ്പോഴേ സാറ് പറഞ്ഞു, നിങ്ങൾ ആ ക്ലാസ്സിൽ കയറിയിരുന്നു, അഡ്മിഷൻ ഫീസ് പിന്നെ തന്നാൽ മതി. അപ്പോൾ ഇത് യാഥാർത്ഥ്യമാണോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷേ ഇങ്ങനെ ആളുകളെ കാണുമ്പോൾ കുട്ടിയെ അങ്ങോട്ട് വിടണം എന്ന് പറയുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ സന്ദർഭം ഉണ്ടായി എന്ന് ഏതായാലും അത് പറഞ്ഞ് കോളേജിലെ കുട്ടികൾ ഒരുപാട് തമാശ പറയുന്ന കൂട്ടത്തിൽ ഇതും പറയുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വീടിനടുത്തൊക്കെ ഒരു ട്യൂട്ടോറിയൽ, എക്സൽ ട്യൂട്ടോറിയൽ കായംകുളം വളരെ ഫേമസ് ആയിരുന്നു. പക്ഷെ അപ്പോഴും പഠിപ്പിക്കണം, എൻ്റെ ഈ ചെറിയ ട്യൂട്ടോറിയലിൽ നിന്നാലൊന്നും പഠിപ്പിക്കുക എന്നുള്ള എൻ്റെ ഒരു താല്പര്യം തീരാഞ്ഞുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്തിന് പോയി. തിരുവനന്തപുരത്ത് ഈ ട്യൂട്ടോറിയൽ ലൈൻ എന്ന് പറഞ്ഞ് തന്നെ ഒരു ലൈനുണ്ട്. പക്ഷേ അന്നത്തെ ഫേമസ് ട്യൂട്ടോറിയലുകളൊന്നുമില്ല. അവർ ട്യൂട്ടോറിയൽ, വിക്ടറി, മോഡൽ കോളേജ്, ഇങ്ങനെ പറഞ്ഞ് ധാരാളം ആ ഒരു റോഡിൻ്റെ മാഞ്ഞാലിക്കുളം റോഡിൻ്റെ ഇരുവശത്തുമുള്ള ബൈലൈനുകളിൽ ട്യൂട്ടോറിയലുകളാണ്. കോപ്പറേറ്റീവ് കോളേജ്. കാര്യം അന്നൊന്നും ഈ +2 ഇല്ല, +2 ഇല്ല. പ്രൈവറ്റ് രജിസ്ട്രേഷൻ കോമണായി വരുന്നതേ ഉള്ളൂ.
യൂണിവേഴ്സിറ്റികളിൽ ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ ഇന്നത്തെ പോലെ ശക്തമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടില്ല. അപ്പോൾ പാരലൽ കോളേജ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അപ്പോൾ ഈ പാരലൽ കോളേജും അന്ന് മാത്രമല്ല, അന്ന് SSLCക്ക് ഇന്നത്തെ അത്രയും വിജയ ശതമാനമില്ല പ്രീ ഡിഗ്രിക്ക് SSLCക്ക്. അന്ന് SSLCക്കൊക്കെ 30%, 35% വലിയ വിജയ ശതമാനമാണ്. അന്ന് ഓരോ സബ്ജക്റ്റിനും മിനിമം മാർക്ക് വേണം. ഇല്ലില്ല, കണ്ടിന്യൂസ് ഇവാലുവേഷൻ അന്നില്ല. അല്ല, അതിനൊക്കെ തുടക്കം കുറിച്ചിരുന്നു. ടെസ്റ്റ് പേപ്പറുകൾ കൂട്ടി. അത് ടെർമിനൽ എക്സാമിനേഷൻസ് ആണ് അന്ന് പ്രധാനം. ഞങ്ങൾ ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, വാർഷിക പരീക്ഷ അങ്ങനെയാണ് പറയുക. ഓണാവധിക്ക് മുമ്പൊരു പരീക്ഷ, ക്രിസ്മസിന് മുമ്പൊരു പരീക്ഷ, മാർച്ചിൽ തീരുന്നതിന് മുമ്പ് അങ്ങനെ വാർഷിക പരീക്ഷ, അങ്ങനെ 3 പരീക്ഷകളാണ്. പിന്നെ ചില അധ്യാപകർ ക്ലാസ് ടെസ്റ്റ് നടത്തും. അതല്ലാതെ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പിന്നീടാണ് വരുന്നത്. അല്ല, ഞാൻ അധ്യാപനത്തോടുള്ള എൻ്റെ ഒരു താല്പര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി പറയുകയാണ്. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഇരിക്കുമ്പോഴാണ് എനിക്ക് LICയിൽ ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ട് ജോലി കിട്ടി. അതതിൻ്റെ ട്രെയിനിങ് കോഴിക്കോടായിരുന്നു. ട്രെയിനിങ് കോഴിക്കോടും പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രെയിനിങ് വടകര, ഇരിങ്ങാലക്കുട തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ട്രെയിനിങ് സമയത്ത് ഈ വളരെ സക്സസ്ഫുള്ളായ ഡെവലപ്മെൻറ്റ് ഓഫീസർമാരുടെ അനുഭവങ്ങൾ വന്ന് പറയും. കാര്യം നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പരാജയപ്പെട്ടവരെ കുറിച്ചൊന്നും ക്ലാസ്സുകളുണ്ടാകും. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ ഒന്ന് ഷെയർ ചെയ്യും. അപ്പോൾ ഷെയർ ചെയ്ത കൂട്ടത്തിൽ ഒരു ഡെവലപ്മെൻറ്റ് ഓഫീസറുടെ കീഴിൽ കുറച്ച് ഇൻഷുറൻസ് ഏജൻസ് കാണും. അപ്പോൾ ഈ ഇൻഷുറൻസ് ഏജൻസിന് അന്ന് വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട. ഇപ്പോൾ 10th പാസ്സാവണം. അന്ന് എന്തെങ്കിലും എഴുതാനും വായിക്കാനും ഒരു 7-8 ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ മതി. അപ്പോൾ അതിൽ ഈ LIC മിക്കവാറും ഇംഗ്ലീഷിലാണ് അതിൻ്റെ ഇതെല്ലാം തയ്യാറാക്കുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു തമാശ പറഞ്ഞതാണ്. അതായത് ഈ സ്ത്രീകൾക്ക് പ്രീമിയം ഫിക്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ വയസ്സും നോക്കിയാണ് പ്രധാനമായിട്ട് പ്രീമിയം ഫിക്സ് ചെയ്യുക. സ്ത്രീ ആണെങ്കിൽ ഒരു അഡീഷണൽ പ്രീമിയം ഉണ്ട്. അപ്പം അതിന് സെക്സ് എക്സ്ട്രാ എന്ന് പറയും. ലേഡി ആയതുകൊണ്ട്, അതായത് ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടേ ഉള്ളൊരു പോളിസിയാണ്. കാര്യം അന്ന് നമ്മുടെ ഈ സ്ത്രീകളുടെ പ്രസവം അധികവും വീട്ടിലായിരിക്കും നടക്കുക, ഇന്നത്തെ പോലെ ആശുപത്രികളിലല്ല. അപ്പം മെഡിക്കൽ അറ്റൻഷൻ പ്രോപ്പറായിട്ട് കിട്ടിയില്ലെങ്കിൽ ഒന്നാമത്തെ പ്രസവത്തിൽ മരണമോ തത്തുല്യമായ ആഘാതമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഏർലി ഡെത്ത് പ്രതീക്ഷിക്കുന്നതുകൊണ്ട് റിസ്ക് കൂടുതൽ, അതുകൊണ്ട് ഒരു എക്സ്ട്രാ പ്രീമിയം. അപ്പോൾ ഒരു ഏജൻറ്റിനോട് ഇപ്പോൾ ഇങ്ങനെ ഒരാളുടെ വൈഫിൻ്റെ പേരിൽ ഒരു പ്രീമിയം പോളിസി ചേർത്തപ്പോൾ അയാൾ ഈ അഡീഷണൽ പ്രീമിയം വാങ്ങിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ LICയുടെ ബ്രാഞ്ച് ഓഫീസിൽ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അതിന് അഡീഷണൽ പ്രീമിയം കൂടെ വേണം. പറഞ്ഞാൽ അവർ നോട്ടീസ് അയച്ചു, നിങ്ങൾ സെക്സ് എക്സ്ട്രാ പ്രീമിയം അടച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അതുകൂടെ അടയ്ക്കണം. അപ്പോൾ ഇതെന്താണ് ഇതെന്ന് ചോദിച്ചപ്പോൾ ഏജൻറ്റിനെ വിളിച്ച് ചോദിച്ചത് എന്താ, അപ്പോൾ എന്തെങ്കിലും ഒരു മറുപടി പറയണ്ടേ. പുള്ളി അറിയാവുന്ന ഭാഷയിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തു. എന്താണെന്ന് ചോദിച്ചാൽ അത് സാറിൻ്റെ ഭാര്യയുടെ എക്സ്ട്രാ സെക്സ് കൊണ്ടാണ് ഈ പ്രീമിയം കൊടുക്കേണ്ടത് പറഞ്ഞു. അപ്പോൾ അയാൾ ഈ ഏജൻറ്റിന് ഫിസിക്കലി ഒരു അടി കൊടുക്കുകയും ചെയ്തു എന്നൊരു സംഭവം അവിടെ പറയുണ്ടായി. കാര്യം ആ വാക്ക് തിരിച്ചിട്ടപ്പോൾ അതിൻ്റെ അർത്ഥം മാറി. സെക്സ് എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ആയതുകൊണ്ട് ഇതിന് ഫസ്റ്റ് ഡെലിവറി
റിസ്ക് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഡെലിവറി റിസ്കിന് കൊടുക്കുന്ന ഒരു പ്രീമിയമാണ്. കാര്യം മെഡിക്കൽ അറ്റൻഷൻ കിട്ടാത്തതുകൊണ്ട് സംഭവിക്കാവുന്ന ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ ഏർലി കോമ്പൻസേഷൻ കൊടുക്കാനുള്ള സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ടാണ് അത് കൊടുക്കേണ്ടത്. അത് ഈ ഏജൻറ്റ് ഇങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്തത് അന്നൊരു LICയിലെ ഒരു ഓഫീസർ പറഞ്ഞത് ഞാനിപ്പോൾ